ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു 8ൻ്റെ പണി കിട്ടിയ വീഡിയോ ആണ് നമ്മളിന്ന് ഇടാൻ പോണത്. നമുക്കിന്നലെ ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു. ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 20-22 ഊണിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊന്നി ഏരിയ എന്ന് പറയുന്ന തമിഴ്നാട് സ്റ്റൈൽ റൈസ് ആയിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ പറഞ്ഞ ആളുടെ ഒരു ബൈ മിസ്റ്റേക്കാണ് 14-ാം തീയതിക്ക് പകരം 13-ാം തീയതി എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വിറ്റ് തീർന്നായിരുന്നു. ബാക്കി ഒരു 8-10 ചോറിന് നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, അതായത് ഇത് ഇനി വെറുതെ തന്നെ കളയണം, പശുവിൻ്റെ ഊറത്തൊട്ടിയിലിടാം, അങ്ങനെയൊക്കെ കുറേ ഐഡിയ അങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് വൈഫിനൊരു ഐഡിയ തോന്നി. വഴിയിൽ ബുദ്ധി സ്വാധീനം ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്ന് തിരിയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കറക്റ്റായിട്ടുള്ള ആഹാരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് വേസ്റ്റാക്കി കളയുന്ന ഈ ഫുഡിനെ പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കാം എന്നതായിരുന്നു വൈഫ് പറഞ്ഞ ഐഡിയ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിൻ്റെ ചെക്കപ്പിന് വേണ്ടി, 7-ാം മാസത്തെ ചെക്കപ്പിന് വേണ്ടി. അപ്പോൾ ഞങ്ങളെല്ലാം പാർസലൊക്കെ എടുത്തു, റെഡിയാക്കി പാർസലൊക്കെ പാക്ക് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഞാൻ കാർ എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോഴത്തേക്ക് അടുത്ത പണി കിട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് പണിയായി, കാറ് സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ മെക്കാനിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു. വൈകിട്ടൊരു 5 മണിക്ക്, 4:30 മണിക്കൊക്കെ നമ്മൾ ഈ പാക്കിങ് ചെയ്തതാണ്. 5 മണിക്കൊക്കെ അവിടെ നിന്ന് തിരിക്കണം എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ പണി കിട്ടിയത് കാരണം നൈറ്റ് ഒരു 7 മണിക്ക് ശേഷം ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. കാരണം മെക്കാനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്ന് അതിന് ശേഷമാണ് പോകാൻ പറ്റുക. അപ്പോൾ ഹോസ്പിറ്റൽ പ്ലാൻ ക്യാൻസലായി. കാരണം ഡോക്ടറില്ല, റൂമിലില്ല. സോ ഞങ്ങൾ എന്തായാലും ഈ പാർസൽ എടുത്തത് ഇനി വേസ്റ്റ് ആക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പനിച്ചമൂട് വരെ പോയി. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് എടുത്തപ്പോഴത്തേക്ക് തന്നെ ഒരു പ്രായമുള്ള ഒരാൾ, കുറച്ച് മെൻ്റലി കറക്റ്റ് അല്ലാത്ത ഒരാൾ നടന്നു പോകുമായിരുന്നു. അപ്പോൾ വൈഫ് പറഞ്ഞു, ഇതാ ഒരു അപ്പൂപ്പൻ പോകുന്നുണ്ട്, ആ അപ്പൂപ്പന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊടുക്കാനുള്ളത് ഈ അപ്പൂപ്പന് കൊടുക്കാം. അപ്പം പുള്ളി വിരട്ടി പിടിച്ച് ആ അപ്പൂപ്പന് കൊണ്ടു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടിയെടുത്ത് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു ജംഗ്ഷൻ വന്നു. ജംഗ്ഷനിൽ ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയാമെന്നുള്ള ആൾ തന്നെ. സോ ആ പുള്ളിക്ക് ഒരു 2 പാർസൽ കൊടുത്തു. പുള്ളി സാധാരണ ഒരു പാവപ്പെട്ട ഫാമിലിയാണ്. സോ പുള്ളിക്ക് കൂടുതൽ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 പാർസൽ, അവർ ഫാമിലിയിലും ആളുണ്ട്, അതുകൊണ്ട് 2 പാർസൽ അവിടെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറേ തേടി അലഞ്ഞതിന് ശേഷമാണ് ആൾക്കാരെ, ഒരു 2-3 ആൾക്കാരെ ഞങ്ങളതിൽ കിട്ടിയത്, കൊടുക്കാൻ പറ്റിയത്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കൊടുക്കുന്നതിനേക്കാളും കറക്റ്റായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കൊടുക്കുന്നതാണ് ഒരു വലിയ ടാസ്ക്കായിട്ട് തോന്നിയത്. അപ്പോൾ ഇതിൽ ഒരു 2 പേർക്ക് കൊടുക്കുന്ന വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 1-2 വീഡിയോ എടുത്തു. പക്ഷേ അവരുടെ മുഖം അതിൽ പതിഞ്ഞതുകൊണ്ട് ആ വീഡിയോ ഞങ്ങളിതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഞങ്ങളിത് കൊടുക്കുന്നത് പോലും ഇത് വേസ്റ്റ് ആവുന്നത് കൊണ്ടാണ് കൊണ്ടു കൊടുക്കുന്നത്, അല്ലാതെ നമുക്കിതിന് ഒരു പേരെടുക്കണം എന്നുള്ളൊരു രീതിക്കല്ല. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് തോന്നും നമ്മളെന്തോ വലിയൊരു കാര്യം ചെയ്യണം. ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് പോലും ഇതുപോലെ ഫുഡ് വേസ്റ്റ് ആവുന്ന ആൾക്കാർ ആർക്കെങ്കിലും അതിനെ പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇൻഫർമേഷനായിട്ടാണ് ഈ വീഡിയോ. സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.